അഭിനയിച്ച ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരിയൽ എന്ന് പറയുന്നത് സീതയാണ്. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതിനകത്ത് എന്താ കല്യാണം ലൈവായിട്ടൊക്കെ കാണിക്കും, അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അതിന് ആ സീരിയലിന്റെ തന്നെ സെക്കൻഡ് വേർഷൻ സീത 2 വന്നു കഴിഞ്ഞപ്പോൾ ഈ സീതയുടെ ഫസ്റ്റ് വേർഷന്റെ പോലെ അത്ര അതങ്ങ് സെറ്റായി വന്നില്ല, അത്ര ഹിറ്റായില്ല. അതെന്താണോ തോന്നുന്നത്? ഓൾറെഡി ആ സീരിയൽ ഒരു 6 വർഷം പോയ ഒരു സീരിയലാണ്. അപ്പോൾ നമ്മളൊരു സീരിയലില് ഒരു മെഗാ സീരിയലിൽ കാണിക്കാൻ പറ്റുന്ന എല്ലാം കാണിച്ചു, ഇനി ഒന്നും കാണിക്കാനില്ല. പിന്നെ സെക്കൻഡ് പാർട്ട് ചാനലിന്റെ പിന്നെ നമ്മളെല്ലാവരും വിചാരിച്ച് അങ്ങനെ ഡിസിഷൻ എടുത്തപ്പോൾ ചിലപ്പോൾ ചെയ്ത് നോക്കാം, എങ്ങാനും ഹിറ്റ് ആയാലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പം ഒന്നും ചെയ്യാനില്ല. മറ്റേന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതുണ്ടായിരുന്നു. ആദ്യം ഇഷ്ടം ഒരാൾ കൂടെ നടക്കുന്നു, അപ്പോൾ അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയണു, പിന്നെ അത് ഇഷ്ടമാണെന്ന് പറയണു, പിന്നെ കല്യാണം നടക്കുന്നു, കല്യാണം നടക്കാതിരിക്കുന്നു, മരിക്കുന്നു, മറിച്ച് ജീവിച്ചു വരുന്നു, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായിരുന്നു. ആ സീരിയൽ തീരുമ്പോൾ ഞങ്ങൾ ഹാപ്പി എൻഡിങ് ആയിട്ടാണ് തീർന്നത്. ഭാര്യ ഭർത്താവ് കൊച്ച് ഒക്കെ ആയിട്ട് സുഖമായിട്ട് ലല്ലെല്ലാം പാടി തീർത്തതാണ്. പിന്നെ അവിടുന്ന് തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ ചില സിനിമകളെയൊക്കെ പോലെ സെക്കൻഡ് പാർട്ട് സീരിയലിന് അത്രയും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. എത്രയൊക്കെയാണെങ്കിലും അതിനൊരു പിഴിയാനുള്ളൊരു സാധനം കഴിഞ്ഞു. അപ്പം മേ ബി അതായിരിക്കാം ആളുകൾക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് കഥയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷേ റൈറ്റർ മാറി. അപ്പൊ ആദ്യത്തെ സീത എഴുതിയ റൈറ്റർ അല്ലാത്തത് കൊണ്ടും ആവാം. കാരണം അന്ന് എഴുതിയ ആൾക്ക് ആ ഒരു എസെൻസ് അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങൾ കിടക്കുന്നുണ്ടാവും. പുതിയൊരാൾ വരുമ്പോൾ അയാളുടെ ശൈലി പുതിയതായിരിക്കും. അപ്പൊ ഓഡിയൻസിന് മറ്റേ ശൈലി ഓൾറെഡി മനസ്സിൽ കിടക്കുമായിരിക്കും. അങ്ങനെയും വരാം. അല്ല, വേറൊന്നും ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റില് ചിന്താവിഷ്ടയായ സീത എന്ന് പറഞ്ഞൊരു സീരിയല് അതിന്റെ തന്നെയാണ് ആക്ച്വലി സീത എന്ന് പറയണതെന്ന്. അതങ്ങനെ തന്നെയാണ്. ഏഷ്യാനെറ്റ് ചിന്താവിഷ്ടയായ സീതയാണ് ചെയ്തത്. പക്ഷെ അതെന്തോ ഒരു എഗ്രിമെന്റ് എന്തോ ഉണ്ടായിരുന്നു, 150 എപ്പിസോഡ് എന്തോ ഉള്ളൂ, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ 150 എപ്പിസോഡ് കഴിഞ്ഞപ്പോ നമ്മുടെ ഈ സീരിയൽ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഡയറക്ടർക്ക് ഒരു ആഗ്രഹം വന്നു. പക്ഷെ അപ്പം വേറൊരു ചാനലിനെ അപ്രോച്ച് ചെയ്തു. അപ്പൊ അവര് ചെയ്തപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ എവിടെയാണോ തീർന്നത് അവിടുന്ന് പുതിയതായിട്ട് ഈ ഫ്ലവേഴ്സിൽ കൊണ്ടുവന്ന് ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് പിന്നെ ഇത് ഭയങ്കര സക്സസ് ആയത്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ വേറൊരു റൈറ്റർ തന്നെ വരികയാണ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് നല്ലൊരു ഇതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധനം കിട്ടി, നമുക്ക് സീത 3 തുടങ്ങാം എന്നെങ്ങാനും പറഞ്ഞവർ വന്നു കഴിഞ്ഞാൽ സ്വാസികന് വില്ലിങ് ആയിരിക്കും? വില്ലിങ് ആണോന്ന് വെച്ചാൽ എനിക്ക് ആ ഫുൾ ടീം ഉണ്ടെങ്കിലേ ഞാൻ അത് ചെയ്യുള്ളൂ. എനിക്ക് ഇന്ദ്രേട്ടൻ വേണം, എൻ്റെ അച്ഛൻ വേണം, അമ്മ വേണം, അനിയത്തി വേണം, എൻ്റെ അനിയൻ വേണം, എന്താ പറയാ ആ ഫുൾ ടീം, ആ ഡയറക്ടർ വേണം, ആ റൈറ്റർ വേണം, ആ പ്രൊഡ്യൂസർ, അങ്ങനെ ആ ഫുൾ ടീം ഉണ്ടെങ്കിലാണ് ഇനി ആ സീരിയൽ 3rd or 4th ഒക്കെ വന്നാൽ വിജയിക്കുള്ളൂ. പുതിയൊരാള്, പുതിയ ക്യാരക്ടേഴ്സ് ആരെങ്കിലും അതിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ അത് നിൽക്കില്ല. കാരണം അത്രയും പഴയ സാധനങ്ങളെല്ലാം എടുത്തു, ഇനിയൊന്നും ഞാൻ പറഞ്ഞില്ല, ഇനിയൊന്നും എടുക്കാനില്ല. അപ്പൊ അതേ ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ചിലപ്പോ മേ ബി, എന്നാലും ചാൻസ് ഇല്ല. ശരിക്കും ഇതിനകത്ത് നായകൻ എന്ന് പറയുന്നത് രാമനായിരുന്നില്ലേ? പിന്നെ അത് എന്തുകൊണ്ട് അത് ഇന്ദ്രനിലേക്ക് നായകൻ എന്നുള്ള ഒരു അല്ല അങ്ങനെ സ്വിച്ച് ചെയ്തത്? അത് സ്വിച്ച് ചെയ്തെന്ന് വെച്ചാൽ അത് കഥയുടെ ഒരു ഇത് പോക്ക് പോലെ. അത് കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു നായകൻ വില്ലൻ വഴക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറീനെ വേറൊരു ഭാവം കൊടുക്കാം എന്ന് റൈറ്റർക്ക് തോന്നിയപ്പോ ഈ വില്ലനെ നല്ലവനായിട്ട് തന്നെ ഇരുന്നു. പിന്നെ അങ്ങനെ ഒരു ലവ് സ്റ്റോറി ആയി, പിന്നെ അത് കല്യാണമായി, അത് പ്രശ്നമായി. പിന്നെ രണ്ട് ഭാര്യ ഭർത്താവും വേറെ ജോഡികൾ, രണ്ടുപേർക്കും 2 സ്വഭാവമായിരിക്കും, രണ്ടുപേരുടെയും ലൈഫിന്റെ പേഴ്സ്പെക്റ്റീവ് വേറെ ആയിരിക്കും. അപ്പൊ അങ്ങനെ കഥ പോയി. അപ്പം അങ്ങനെയൊക്കെ ഒരുവിധം എല്ലാം പോയി. അതെല്ലാം ആ റൈറ്ററിന് അപ്പൊ തോന്നിയതാണ്. ആൻഡ് ഒരു റൊമാൻറ്റിക് ട്രാക്ക് നമ്മുടെ മലയാളം സീരിയലിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ മലയാളം സീരിയലിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങനെ തൊടുക അല്ലെങ്കിൽ ഉമ്മ വയ്ക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് വൈഫാണ്, എത്ര സ്നേഹമാണെങ്കിലും ജസ്റ്റ് ഒന്ന് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് നൈറ്റ് കാണിക്കുകയാണെങ്കിലും പാല് കൊടുക്കുന്നു, പാല് കുടിക്കുന്നു, ലൈറ്റ് ഓഫ്, അങ്ങനെയായിരുന്നു സീരിയലിൽ ഉണ്ടായിരുന്നത്. അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു ഭയങ്കര ഒരു ഇന്റിമസി സീൻസ് ഒക്കെ കൊണ്ടുവന്നത് ഈ റൈറ്ററാണ്. അല്ലെങ്കിൽ ആ ഡയറക്ടർ അതിനുള്ളൊരു ധൈര്യം കാണിച്ചു, ആ ചാനലിൽ അത് ടെലികാസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ചു. അപ്പൊ നമുക്ക് ആ ധൈര്യം വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദി സീരിയൽസ് ഒക്കെ ഫോളോ ചെയ്യുന്ന മലയാളി ഓഡിയൻസിന്റെ ഇത് എടുത്ത് നോക്കിയപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഹിന്ദി സീരിയൽ ഫുൾ റൊമാൻസ് ആണ്, വേറെ കഥയൊന്നും ഇല്ല അതിനകത്ത്. പ്രത്യേകിച്ച് മിണ്ടിയ പാട്ട്, ഹിന്ദി സിനിമ പോലെ തന്നെ സീരിയല്. അപ്പൊ നമ്മൾ വിചാരിച്ചു അത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് അത്രത്തോളം കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്കും ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു റൊമാൻറ്റിക് ട്രാക്ക് പിടിച്ചത്. അത് പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ സീരിയൽ ഇത്രയും യങ്സ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ വൈറലായത്. ഈ റീൽസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിന്റെ റിലേഷൻഷിപ്പ്, അതൊക്കെ ബിൽഡ് ചെയ്തത് ആ റൊമാൻസ് വന്നുകൊണ്ടാണ്. നമ്മൾ എല്ലാം ഭയങ്കര കുറച്ചും കൂടി ഒരു സിനിമാറ്റിക് ആയിട്ട് കാണിക്കാനൊക്കെ ശ്രമിച്ചു. പ്രേമമാണെങ്കിലും അതിലെ ഇന്റിമസി ആണെങ്കിലും എല്ലാം. അപ്പം മേ ബി അത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണും.
ഓക്കെ, അപ്പൊ നമ്മുടെ സ്വാസികയെ ഞങ്ങൾ ഇപ്പോൾ സ്വാസികയുടെ ഏറ്റവും നല്ലൊരു വിശേഷം എന്ന് പറയുന്നത് ഇപ്പൊ തിരക്ക് പിടിച്ച് വേറൊരു സിനിമ, ആ സിനിമയെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ വൈൻഡ് ചെയ്യാം. ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് പേര് ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്നാണ്. അതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. അപ്പം MA നിഷാദ്, അദ്ദേഹത്തിന്റെ ഫാദർ ഈ ക്രൈം ബ്രാഞ്ചിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അച്ഛന്റെ കേസ് ഡയറിയിൽ നിന്ന് എടുത്ത ഒരു റിയൽ സ്റ്റോറിയാണ് ഇപ്പൊ നമ്മള് സിനിമയാക്കുന്നത്. അപ്പം നിഷാദ് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും. അപ്പം കൂടുതൽ പോലീസ് ഓഫീസേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് അങ്ങനത്തെ ഒരു കുറ്റാന്വേഷണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ഒരു അന്വേഷണത്തിന് തുടക്കം. അപ്പം ഞാൻ, ഷൈൻ ടോം, ദുർഗ, ശിവദ, പിന്നെ മഞ്ജു പിള്ള, കുറെ പേരുണ്ട്, ബൈജു ചേട്ടൻ, അലക്സാണ്ടർ പ്രശാന്ത്, ഷഹീൻ സിദ്ദിഖ്. അപ്പൊ എന്റെ എന്ന് പറഞ്ഞാൽ ഈ ക്രൈം ബ്രാഞ്ച് ഓഫീസേഴ്സിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പം ഞാനും SP ആണ്. അപ്പം ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ, അതായത് ഇന്നൊരു ഇപ്പം സപ്പോസ് ഇപ്പോൾ കോട്ടയത്തെ ആ ക്രൈം ബ്രാഞ്ചിന്റെ ഡ്യൂട്ടി, അവർക്ക് ഉണ്ടാവുന്ന ഫെയിലിയർ, അതിൽ നിന്നുള്ള സക്സസ്, അവരുടെ ആ കേസ് അന്വേഷിക്കുന്ന രീതി, അതെല്ലാം കാണിക്കുന്ന ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. വലിയ താരനിരയുള്ള അല്ലെങ്കിൽ ഒത്തിരി ആർട്ടിസ്റ്റ് ഉള്ള ഒരു സിനിമയാണ്. ഷൂട്ടിങ്ങിന് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു 10 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. ഇനിയുമുണ്ട് കുറേ ദിവസങ്ങൾ. അപ്പൊ നമുക്കിനി വീണ്ടും ഈ സിനിമ എത്രയും പെട്ടെന്ന് ഇതെല്ലാം റെഡിയായി ഇതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റിലീസിനായിട്ട് നിങ്ങൾ പ്രൊമോഷന് വരുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ട് നമുക്ക് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. രാത്രി ഒരുപാട് ലേറ്റ് ആയെന്ന് അറിയാം, എന്നാലും ഇത്രയും നേരം നമ്മുടെ കൂടെ ഭയങ്കര ഫുൾ സപ്പോർട്ടീവ് ആയിട്ട് തന്നെ സ്വാസിക സഹകരിച്ചു. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ കാണാം കേട്ടോ. പ്രേമിന് ഞങ്ങളുടെ ലവ്, ഞങ്ങളുടെ അന്വേഷണം പറയാം. പ്രേമിന് പ്രേമം കൊടുക്കുക ഞങ്ങളുടെ വകയും കൂടെ. ഓക്കെ അമ്മ, ശരി, അപ്പൊ കാണാം.